രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അധികം എരിവൊന്നുമില്ലാതെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു 100 ഗ്രാം മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മക്രോണിയുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. ഇനി മക്രോണി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് ഞാൻ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മക്രോണി എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കണം. ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ സ്ട്രെയിനറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലോട്ട് കുറച്ച് വെള്ളം, തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഞാൻ ഒരു സവാള അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വാടിയതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി അതിനോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയ്ക്ക് ആവശ്യമായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അവയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം വറുത്ത് വെച്ച ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവയെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മക്രോണി അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം കുറച്ച് കെച്ചപ്പാണ്. ഞാൻ ഏകദേശം ഇവിടെ 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കെച്ചപ്പ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവ് കൂട്ടിയെടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവസാനമായി ഞാൻ അതിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി അരിഞ്ഞു കൊടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ കയ്യിലില്ലെങ്കിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും. ശേഷം ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എരിവോ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം പെട്ടെന്ന് കഴിക്കാൻ അവർക്ക് ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്